ലുക്ക് വാട്ട് യു മേഡ് മീ ഡു പറഞ്ഞ് അവസാനം ഞാൻ യൂട്യൂബ് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഹായ് ഗൈസ്, ദിസ് ഇസ് ഡോക്ടർ ഷെറിൻ ഷംസ്, ഓൾസോ നോൺ ആസ് ഡോക്ടർ ബ്ലോഗർ, വാസ് ഹൈലി ആക്റ്റീവ് ഓൺ യൂട്യൂബ് സം ഇയേഴ്സ് ബാക്ക്. പക്ഷേ took a break and now I'm coming back. So I thought I will start off by talking about some of my stories in college. അപ്പോൾ മെഡിക്കൽ സ്കൂൾ എങ്ങനെയാണ് മെഡിക്കൽ പ്രൊഫഷൻ, ഇതാണ് എവറിബഡി വോണ്ട്സ് ടു നോ, ആൻഡ് ദാറ്റ്സ് വാട്ട് മൈ പ്രൊഫൈൽ സേസ് ആസ് വെൽ, ഡോക്ടർ ബ്ലോഗർ. ആൻഡ് ദിസ് ടൈം ഐ എം ഹിയർ. ഞാനൊരു കാപ്പിയൊക്കെ ഉണ്ടാക്കി, ഇവിടെ വൈകിട്ട് 4 o'clock ആയി. ആൻഡ് ഐ എം ഗോയിങ് ടു ടെൽ യു അബൌട്ട് മൈ സെക്കൻഡ് ഇയർ റിസൾട്ട്സ്, സെക്കൻഡ് ഇയർ യൂണിവേഴ്സിറ്റി റിസൾട്ട്സ്. ഞാൻ തേർഡ് ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കെന്തോ കോളേജ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു. ആ സമയത്ത് പ്രാക്ടീസുകൾ ചെയ്തുകൊണ്ടിരിക്കുക, എന്തൊക്കെയോ പ്രാക്ടീസുകൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് പെട്ടെന്ന് സെക്കൻഡ് ഇയർ റിസൾട്ട്സ് വന്നു എന്നുള്ളത് അവിടെ ന്യൂസ് അങ്ങോട്ട് സ്പ്രെഡായി. അപ്പോൾ ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അത് ഞാൻ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തു. എന്തൊക്കെയോ പ്രാക്ടീസിങ് ഒക്കെ ആയിരുന്നു, പക്ഷേ അത് അവിടെ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്തു, ഒന്ന് സ്റ്റക്കായി നിന്നിട്ട് ആലോചിക്കായിരുന്നു. സെക്കൻഡ് ഇയർ വാസ് വെരി ഡിഫിക്കൾട്ട് ബിക്കോസ് കുറേ പുതിയ എക്സ്പോഷേഴ്സാണ്, പുതിയ സബ്ജക്റ്റുകളാണ്. അപ്പോൾ നമ്മൾ അതിനോട് റെഡിയായി വരുന്നുള്ളൂ. അങ്ങനെ നിന്ന് സെക്കൻഡ് ഇയർ ഭയങ്കര ലോങ് ഹണിമൂൺ പീരീഡാണ്. മാക്സിമം അടിച്ചു പൊളിച്ച് നടക്കുകയായിരുന്നു, സത്യം പറയാമല്ലോ, മാക്സിമം അടിച്ചു പൊളിച്ച് നടക്കുകയായിരുന്നു. പക്ഷേ എക്സാമിന് പഠിക്കുന്ന സമയത്ത് വിചാരിച്ചു സാരല്ല, പൊട്ടിയാലും സാരല്ല, നെക്സ്റ്റ് ടൈം എഴുതിയെടുക്കാം. ബട്ട് എക്സാം കഴിഞ്ഞപ്പോഴാണ് ഇനി ഇത് എന്നെക്കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റില്ല, ഇനി എനിക്കിത് പഠിക്കാൻ വയ്യ, എനിക്കിനി ബുക്സിലേക്ക് രണ്ടാമത് പഠിക്കാൻ പോകണ്ട. ദിസ് വാസ് മൈ ആറ്റിറ്റ്യൂഡ് ആഫ്റ്റർ ദി എക്സാം. ഓഫ് കോഴ്സ് നമ്മൾ ആ എക്സാമിന് എന്തായാലും നമ്മൾ ആ പ്രഷറിൽ എഫേർട്ട് ഇടും. എഫേർട്ട് കഴിയുമ്പോൾ റിസൾട്ട് വരാറാകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു എഫേർട്ട് ഒരു കഷ്ടപ്പാട് തന്നെയാണ്. ആൻഡ് ദെൻ അങ്ങനെ നിൽക്കുന്ന സമയത്ത് സെക്കൻഡ് ഇയർ ഒരിക്കലും പാസ്സാവാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ റിസൾട്ട് നോക്കി, നമ്മൾ രണ്ടുപേരും റിസൾട്ട് നോക്കി, പറയാമെന്ന് പറഞ്ഞു, താഴേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു പിടി കിട്ടി. എനിക്കെന്തോ പ്രശ്നമുണ്ട്, ഞാൻ അത്ര ക്ലാരിറ്റിയിൽ പാസ്സായിട്ടില്ല. അപ്പം ഞാൻ കുറേ ചോദിച്ചു, പക്ഷെ പറഞ്ഞു ഇല്ല, താഴത്തേക്ക് വാ, ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഓക്കെ, സോ ഐ വാസ് ലൈക്ക് സാരല്ല, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. അങ്ങനെ ഞാൻ താഴത്തേക്ക് ഓടുകയാണ്. ഞാൻ താഴത്തേക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ താഴത്തേക്ക് ഓടി താഴെ എത്തി. ഞാൻ കാണുന്നുണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നേരെ വരുന്നത്. ഫേസ് അത്ര പ്ലസൻ്റ് ഒന്നുമല്ല. അപ്പം ഞാൻ ഉറപ്പിച്ചു, കിട്ടിയില്ല. എനിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നെ അടുത്തത് ഞാൻ പറഞ്ഞു, ഒന്ന് റിസൾട്ട് പറ, മനുഷ്യൻ ഇവിടെ ഇങ്ങനെ തീ തിന്നുകൊണ്ടിരിക്കുക, പകുതി മരിച്ചു, പറ. സംഭവം സെക്കൻഡ് ഇയർ പാസ്സായില്ലെങ്കിലും പ്രശ്നമൊന്നും ഇല്ലയെന്ന് ഞാൻ ഉള്ളിൽ പറഞ്ഞിരുന്നെങ്കിലും ആക്ച്വലി പ്രശ്നം എനിക്ക് ഉള്ളിൽ നല്ലോണം ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇങ്ങനെ നിന്നിട്ട് പറഞ്ഞു, ഷെറിൻ നീ പാസ്സായി, ഇങ്ങനെയാണ് പറഞ്ഞു, ഷെറിൻ നീ പാസ്സായി. ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഒരു ചെറിയൊരു പ്രാങ്ക് പോലെയും, ബിക്കോസ് ഐ വാസ് എക്സ്പെക്ടിങ് ദാറ്റ് ഞാൻ ഒരിക്കലും പാസ്സാവാത്തൊരു പാസ്സാവില്ല എന്ന് ഉറപ്പിച്ചൊരു ഇയർ ആയിരുന്നു. പക്ഷേ ഐ പാസ്ഡ്. ആൻഡ് ഐ വാസ് ലൈക്ക് ഒരു ഫ്യൂ മൂമെൻറ്റ്സ് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത് ഞാൻ ബ്രീത്ത് ചെയ്തിട്ടുണ്ടായില്ല മര്യാദയ്ക്ക് അതുവരെ. അങ്ങനെ ഞാൻ പെട്ടെന്ന് ശ്വാസം വിട്ടു. ഐ വാസ് സോ ഹാപ്പി. കാരണം നമുക്ക് ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് കിട്ടിക്കഴിയുമ്പോൾ അത് നമുക്ക് ആ സമയത്ത് വേണം. ആ സമയത്ത് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ ഉള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ അവിടെ നിന്ന് ചാടി. അങ്ങനെ റിസൾട്ട് വന്നു, ഇനി പഠിക്കണം, എന്തൊക്കെ അഥവാ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ പഠിക്കണം, ഫാർമക്കോളജി, പാത്തോളജി, കമ്മ്യൂണിറ്റി മെഡിസിൻ എക്സാം ആ സമയത്തല്ല തോന്നുന്നു, പക്ഷേ ഫോറൻസിക്, തലയിൽ കയറാത്ത കുറേ കാര്യങ്ങൾ വീണ്ടും പഠിക്കണം. എനിവേസ് പാസ്സായെന്ന് കേട്ടപ്പോൾ ഇതൊക്കെ എൻ്റെ തലയിൽ കൂടെ പോയി. ഞാൻ വെച്ചു, ആ ബുക്സൊക്കെ ഇനി അടയ്ക്കാം, ഇനി പഠിക്കണ്ട. അങ്ങനെ ഞാൻ എൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ എൻ്റെ ഫാദറിനെ വിളിച്ചു. ഖത്തറിലാണല്ലോ അവർ. അപ്പോൾ ഞാൻ അവർക്ക് ഫോൺ മിസ് കോൾ അടിച്ചു, അവരെന്നെ തിരിച്ചു വിളിച്ചു അപ്പോൾ തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്ര ഹാപ്പിയിലായിട്ട് ഞാൻ പറയാം പപ്പായുടെ അടുത്ത്, പപ്പ ഞാൻ എക്സാം പാസ്സായി, ഞാൻ യൂണിവേഴ്സിറ്റി എക്സാം ക്ലിയർ ചെയ്തു. ലൈക്ക് ഞാൻ പ്രതീക്ഷിച്ച റിയാക്ഷൻ ഒന്നും ഉണ്ടായില്ല. ആണോ, ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഞാൻ ഉമ്മിനോട് പറയാം പാസ്സായി. അങ്ങനെ ഉമ്മിനോട് കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ എൻ്റെ ഫാദർ എന്നോട് ചോദിക്കുകയാണ്, ആക്ച്വലി ഏത് ഇയർ പരീക്ഷയാണ് പാസ്സായത്? അപ്പം ഞാൻ ഒരു സെക്കൻഡ് എൻ്റെ സന്തോഷമൊക്കെ ഒന്ന് ഇങ്ങനെയായി. സീരിയസ്ലി നിങ്ങൾക്കറിയില്ല ഞാൻ ഏത് ഇയറാണ് പാസ്സായത്? അപ്പോൾ ഹി വാസ് ആക്ച്വലി സീരിയസ്. ഹി ഡിഡ്ന്റ് നോ വിച്ച് ഇയർ ഐ വാസ് സ്റ്റഡിങ്, വിച്ച് ഇയർ ഹാഡ് ഐ ക്ലിയർഡ്. ഐ ഡോണ്ട് ബ്ലെയിം ഹിം പാർഷ്യലി. ഞാൻ അപ്ഡേറ്റ് ഒക്കെ ചെയ്യലുണ്ട്, എന്നാലും അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ സ്കൂളിലെ പോലെ A to Z അപ്ഡേഷനൊന്നുമില്ല. എന്നാലും ഞാൻ കുറച്ച് അപ്ഡേഷനൊക്കെ കൊടുക്കാറുണ്ട്. ബട്ട് കൺഫ്യൂസിങ് ആണ്. തേർഡ് ഇയറിൽ നമ്മൾ നിൽക്കുമ്പം സെക്കൻഡ് ഇയറിൽ റിസൾട്ട് വരുന്നു. സോ ഹി വാസ് നോട്ട് ഷുവർ ഓഫ് വിച്ച് ഇയർ ഐ പാസ്ഡ്.
അത് ആക്ച്വലി അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സങ്കടമല്ല, എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായത്. വെൻ ഐ ഹേർഡ് ദാറ്റ് എൻ്റെ പാരൻസിന് ഞാൻ ഏത് ഇയറാണ് പഠിക്കുന്നത് അറിയില്ല, ഞാൻ ഏത് ഇയറാണ് പാസ്സായതെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. ദിസ് ഫോർ മീ, അക്കോർഡിംഗ് ടു മീ, ഇതെനിക്കൊരു ഭയങ്കര ട്രസ്റ്റ് ആയിരുന്നു. ലൈക്ക് അത്രയും എൻ്റെ പാരൻസ് എന്നെ ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യുന്നു ഇൻ ടേംസ് ഓഫ് മൈ എഡ്യൂക്കേഷൻ, ഇൻ ടേംസ് ഓഫ് മൈ കോളേജ്. അതാണ് എനിക്കുണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡ്. കാരണം ഞാൻ ഈ 12th പഠിക്കുന്ന സമയത്ത്, 12th പോയിട്ട് സിൻസ് ചൈൽഡ്ഹുഡ്, സിൻസ് KG നമ്മൾ പഠിക്കുന്ന സമയത്ത് ഞാൻ നല്ല പ്രഷറിലാണ് പഠിച്ച് പുറത്തേക്ക് വന്നത്. അതായത് എൻ്റെ പാരൻസ് നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു ഇൻ ടേംസ് ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ അവർ, എൻ്റെ മദറൊക്കെ ഇരുത്തി പഠിപ്പിക്കുമായിരുന്നു. എപ്പോഴും ഒരു പ്രഷറായിരുന്നു, ഇത്ര മാർക്ക് വേണം, ഇത്ര മാർക്ക് വേണം, ഒരു ഗ്രേഡ് എപ്പോഴും വെക്കും, ഇതിന് മുകളിൽ കിട്ടിയേ പറ്റൂ. അങ്ങനെ എപ്പം അങ്ങനെ പഠിക്കാനേ എനിക്കിഷ്ടമല്ലാണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ പഠിച്ചതൊക്കെ. പിന്നെ കോളേജ് എത്തിക്കഴിഞ്ഞപ്പോൾ, എൻട്രൻസിന് കയറി കഴിഞ്ഞപ്പം ഏകദേശം ഐ വാസ് സ്റ്റഡിങ് ഫോർ മീ. അവർക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പഠിക്കുന്നത്, ഐ ഹാവ് ടു സ്റ്റഡി ഫോർ മീ. അപ്പോൾ അതിനോടുള്ള കുറച്ച് പഠിക്കാനുള്ള കുറച്ച് ഇഷ്ടം തോന്നി തുടങ്ങി. വായിക്കുമ്പോൾ അറിവുകൾ കിട്ടി തരുമ്പോൾ കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് വന്നു തുടങ്ങി കഴിഞ്ഞപ്പം ഐ സ്റ്റാർട്ടഡ് ലൈക്കിങ് ഇറ്റ്. അങ്ങനെ ബാക്കി അവിടെ തൊട്ട് ഐ സ്റ്റാർട്ടഡ് പിക്കിങ് ഇറ്റ് അപ്പ്. അപ്പോൾ ആ ഒരു മൂമെൻറ്റിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ പാരൻസ് നിങ്ങളെ 10th 12th ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യണമെങ്കിൽ ഡോണ്ട് വറി, യു നീഡ് ദാറ്റ് പ്രഷർ. കാരണം എന്താ വെച്ചാൽ നമുക്ക് പലർക്കും ഇഷ്ടപ്പെടാത്തതും ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള പല പല സബ്ജക്റ്റുകളാണ് ദാറ്റ് ഗോസ് ത്രൂ ദ CBSE സിലബസ്. ഫോർ എക്സാമ്പിൾ സോഷ്യൽ സയൻസ്, എനിക്ക് പഠിച്ചാലും തലക്കേറില്ല, കണ്ണെടുത്താലും കണ്ടോളൂ. പക്ഷേ എൻ്റെ പാരൻസിൻ്റെ, എൻ്റെ മദറിൻ്റെ പ്രഷർ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അത്ര ഗുഡ് ഗ്രേഡ്സ് മേടിക്കില്ലായിരുന്നു എൻ്റെ സ്കൂളിൽ. ഞാനത് പോട്ടേന്ന് വെച്ചു. പിന്നെ വെൻ ദേ സീ യു, വെൻ ദേ ഹാവ് കോൺഫിഡൻസ് ഇൻ യു. സത്യം പറഞ്ഞാൽ സ്കൂളിൽ എൻ്റെ പാരൻസിന് എൻ്റെ മേത്ത് ഒരു കോൺഫിഡൻസ് ഉണ്ടായില്ല. കാരണം ഐ വാസ് ഹൈലി ഡിസ്ട്രാക്റ്റഡ്. ദ തിങ് ഇസ് ദാറ്റ് ഞാൻ എല്ലാ പ്രോഗ്രാംസിലും ഉണ്ടാവും, എനിക്കെല്ലാം ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെയായിരുന്നു, മൾട്ടി ടാലൻറ്റഡ് ആയിരുന്നു. സോ മൈ പാരൻസ് ഡിൻ ലൈക്ക് പഠിച്ച് ഫുൾ 100% ഗ്യാരണ്ടി അവർക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കണം അത്രയും പ്രഷർ ചെയ്തത്. ബട്ട് വെൻ ദാറ്റ് ഡേ വെൻ ഐ അണ്ടർസ്റ്റുഡ്, നൗ ദേ ഡോണ്ട് കെയർ അബൌട്ട് മീ. കാരണം എന്ന് വെച്ചാൽ ദേ ട്രസ്റ്റ് മീ, ദേ ബ്ലൈൻഡ്ലി ട്രസ്റ്റ് മീ ദാറ്റ് ഐ വിൽ മേക്ക് ഇറ്റ് വർക്ക് ഔട്ട്, ഐ വിൽ അച്ചീവ് ഇറ്റ് ബിക്കോസ് ഐ വോണ്ട് ദാറ്റ്. അവരെക്കാൾ കൂടുതൽ എനിക്ക് വേണമെന്നുള്ള ആഗ്രഹം. ആ ട്രസ്റ്റ് എൻ്റെ മേലുണ്ടെന്ന് എനിക്ക് മനസ്സിലായപ്പം ഐ ഫെൽറ്റ് റിയലി ഹാപ്പി. അപ്പോൾ ദിസ് ഇസ് മൈ വൺ സ്റ്റോറി ആൻഡ് what I want to tell juniors, whoever 12th പഠിക്കുന്നു അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിനേഷൻ പഠിക്കുന്നു, ഡോണ്ട് ഫീൽ പ്രഷറൈസ്ഡ് ബൈ ദി ഔട്ട്സൈഡ് വേൾഡ്. കാരണം അറ്റ് ദാറ്റ് പോയിന്റ്, നമ്മളിങ്ങനെ കോളേജിലൊക്കെ കയറാൻ നിൽക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അത് നമ്മൾക്ക് വേണ്ടിയിട്ടാണ്. സോ യു വോണ്ട് ടു ബി എ ഡോക്ടർ, ദാറ്റ് ഇസ് ഫോർ യു. അത് പാരൻസിൻ്റെ നിർബന്ധത്തിൽ നമ്മൾ വന്ന് ചെയ്താൽ നമ്മളത് ആത്മാർത്ഥയോടുകൂടി ചെയ്യില്ല. ചിലപ്പോൾ കഴിവുള്ളതുകൊണ്ട് കയറിപ്പോവും. ബട്ട് ഒരു സിൻസിയറിറ്റി അതിൽ വരണമെങ്കിൽ യു ഹാവ് ടു ചൂസ് വാട്ട് യു വോണ്ട് ടു ബി ഇൻ യുവർ ലൈഫ് ആൻഡ് ദെൻ ace that pathway. See you again in my next episode. Until then, bye-bye from Dr. Blogger.